കേരളത്തിൻ്റെ ചരിത്രം, പ്രത്യേകിച്ചും സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം നമ്മൾ എടുത്താൽ, നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ മഹാത്മാ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരുദേവൻ, അതുപോലെയുള്ള നിരവധി ആളുകൾ, വീട്ടിൽ പെട്ടതിരിപ്പാട് വരെ, ഇവരൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം, അതാണല്ലോ നമ്മൾ നവോത്ഥാനം എന്ന് സഹോദരൻ അയ്യപ്പൻ കൊച്ചിയിൽ നമുക്ക് നന്നായിട്ട് അറിയാം. ഇവരുണ്ടാക്കിയ മാറ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കേരളം ഒരു മതേതര ജാതി വിരുദ്ധ സമൂഹമാണെന്നുള്ളതാണ്. ജാതി ശ്രേണി ഇല്ലാതാക്കുകയും മതേതരമായൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഇവരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ആരും അതിൽ വ്യത്യാസമില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്നാണല്ലോ ഗുരുദേവൻ പറയുന്നത്. ഇവിടെ ജാതിയില്ല, ഇവിടെ ഏത് ജാതിക്കാർക്കും വരാം, ഏത് മതക്കാർക്കും വരാം എന്ന് പറയുന്ന ആ ഒരു സംഗതി, അത് കേരളത്തിൻ്റെ പൊതുബോധത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം വന്ന ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ തന്നെ ഏറ്റെടുത്തു. ഇപ്പോൾ ഖിലാഫത്ത് പോലെയുള്ള മൂവ്മെൻറ്റിനടക്കം ഉണ്ടായ സംഭവങ്ങൾ, അത് ഒരു വലിയ മതേതര മുന്നേറ്റമായിരുന്നു കേരളത്തിൽ. പക്ഷേ മറുവശത്ത് ഇപ്പോൾ 1925 RSS വളരെ ചെറിയ തോതിലെങ്കിലും അതിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ള സ്റ്റേറ്റ് കേരളമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടും. അതുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത്രയും കഴിഞ്ഞിട്ടും കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു മനസ്സുകളിലേക്ക്, അവരാണല്ലോ RSSന്റെ ടാർഗറ്റ്, മനസ്സുകളിലേക്ക് കടന്നു കയറാൻ RSSന് കഴിയാതിരുന്നത് ഈ നവോത്ഥാനത്തിന്റെ മതിൽ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട്.